2006 ജോസഫ് പുത്തുമരി അച്ഛനാണ് ഇത് ആരംഭിച്ചത്. അന്ന് ഞങ്ങൾ രണ്ടുപേരുമായിരുന്നു. എന്റെ പേര് അഖിൽ. നിഖിൽ. എവിടെയാ സ്ഥലം? എന്തെങ്കിലും നേർച്ച അങ്ങനൊന്നുമില്ല. ഇപ്പൊ എല്ലാ ജൂൺ 19 ഞങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഞങ്ങളുടെ ഇരട്ടകളുടെ സംഗമവും ഞങ്ങളുടെ ഒത്തുചേരലിന്റെ കൂട്ടായ്മയും സന്തോഷമാണ് ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. പുണ്യപുരാതന കന്തീശങ്ങളുടെ പള്ളിയിലാണ് ഞാൻ നിൽക്കുന്നത്. കോതനല്ലൂരാണ് ഈ പള്ളി. അപ്പോൾ കോതനല്ലൂര് ഇന്നാണ് ഇവിടുത്തെ ഈ തിരുനാള്. ഇരട്ട പുണ്യാളന്മാര് 100 ഇരട്ടകളെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ പെരുന്നാളിൻ്റെ പ്രത്യേകത ഇരട്ടകളുടെ എല്ലാം സംഗമമാണ്. അപ്പം നമുക്ക് ഇന്ന് ഈ പള്ളിയും ഇവിടുത്തെ പ്രദക്ഷിണവും ഇവിടുത്തെ കുർബാന ഇതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെ പുത്രന്റെ അമൂല്യമായ ശരീരവും ജീവദായകമായ രക്തവും സ്വീകരിച്ച് സ്തുതി പാടുകയും എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ ശരീരത്തിൽ വിശുദ്ധരായ ഗർഭാസിന്റെയും പ്രോട്ടാസിന്റെയും ഓർമ്മ ആലേഖനം ചെയ്തു. വിശുദ്ധ കുർബാന സ്വീകരണ സമയമാണ്. മാമോദീസ സ്വീകരിച്ച് വിശ്വാസത്തിലായിരിക്കുന്നവരും കുമ്പസാരിച്ച് ഒരുങ്ങിയിട്ടുള്ളവരും മാത്രം കുർബാന സ്വീകരിക്കുക. നിരുദ്ധാരണ മഹത്വം പങ്കുചേർന്ന സർവീസ്തരുടെ കൂടെ സഭയിൽ നിന്നെ പ്രകീർത്തിക്കുവാൻ നീ ഞങ്ങളെ യോഗ്യരാക്കി. നിന്റെ അനന്തമായ സ്നേഹത്തിന് നന്ദി പ്രകാശിപ്പിക്കുവാൻ ഞങ്ങളെന്നും കടപ്പെട്ടവരാകുന്നു. ലോകം മുഴുവനും ഈ ദേവാലയം ഇന്ന് അറിയപ്പെടുന്നുണ്ട്. ഇവിടുത്തെ പരിശുദ്ധ കുർബാനയും ഇതര ശുശ്രൂഷകളും സന്ദേശങ്ങളുടെ തിരുനാളിനോടും ഇരട്ട കുട്ടികളുടെ ഓർമ്മ ദിവസത്തിലുള്ള പരിശുദ്ധ കുർബാനയോടും എല്ലാം ബന്ധപ്പെട്ട് ലോകം ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം മറ്റൊരിടത്തും ഇത്ര സമുജ്വലമായ രീതിയിൽ ഈ കുടിവരവ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ദേവാലയത്തിന് വളരെയേറെ ചരിത്ര പ്രാധാന്യമുണ്ട്. ഈ ശ്രീവായിൽ ഈ ഫൊറോനായുടെ ഈ ദേശത്തിൻ്റെ പൗരാണികത്വവും പൗരസ്ഥിതിയും
കൂട്ടി വിളക്കി ചേർത്തിരിക്കുകയാണ്. പർഷ്യൻ കുരിശും മാർത്തോമ ശ്ലീവായും നമ്മളുടെ സഭയുടെ വിശ്വാസത്തിൻ്റെ പൗരാണികതയും ആചാരക്രമത്തിൻ്റെ പൗരസ്ഥിതിയുമാണ് അത് എടുത്ത് കാണിക്കുന്നത്. ഈ കൂടിവരവ് ഈ ദേശത്തിന് എല്ലാം വലിയൊരു ആഘോഷമാണ്. ഇതര മതസ്ഥർക്കും ഈ ദേശവാസികൾക്കും എല്ലാം, നമുക്ക് കത്തോലിക്ക കുടുംബങ്ങൾക്ക് മാത്രമല്ല എല്ലാവരുടെയും ഒരു സ്നേഹത്തിൻ്റെ പരസ്പര ആദരവിൻ്റെ അടയാളമായിട്ടുള്ള കാര്യമാണ്. എവിടെയാ സ്ഥലം? എവിടാ? ഞങ്ങള് പേരാവൂരാണ്, അതായത് കൊളക്കാട് എന്ന് പറഞ്ഞ സ്ഥലം, തലശ്ശേരി അതിരൂപതയിലെ. തൃശ്ശൂരിനടുത്താണ്. രണ്ടുപേരും ഒരു പള്ളിക്കാരാണോ? ഒരേ ഇടവയിൽ തന്നെയാണ് താമസിക്കുന്നത്. എന്നാ പേരെന്നാ? എൻ്റെ പേര് ബെന്നി. എൻ്റെ പേര് ബ്രിട്ടോ. ബ്രിട്ടോ, ബെന്നി. എല്ലാ വർഷവും ഇങ്ങനെ വരുമോ? ഇത് തുടങ്ങിയിട്ട് സ്ഥിരമായിട്ട് വരുന്നതാണ്. ഞങ്ങളിവിടെ കടുത്തുരുത്തിയിൽ നിന്ന് വിറ്റ് പോയവരാണ് 50 വർഷം മുമ്പ്. ഇപ്പൊ എവിടെ? ഞങ്ങളിപ്പോൾ കൊളക്കാട്, അതെവിടെ? പേരാറിനപ്പുറം.
മലബാറിലാണ്. താങ്ക്സ് കേട്ടോ. എന്താ മോളെ പേര്? പവിത്ര. പവന. പാർവതി. പാർവണ. നിങ്ങള് ഏത് സ്ഥലത്താ? ഇവിടെ തന്നെ ഉള്ളവരാണ്. അപ്പൊ നിങ്ങളിപ്പോ ഒരു 6-7 കൊല്ലമായിട്ട് നിങ്ങൾ എല്ലാ വർഷവും ഇവിടെ പള്ളിയിൽ വരുമോ? 13 കൊല്ലമായോ ഇത് തുടങ്ങിയിട്ട്? ഇവിടെ അന്നേരം മുതൽ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എവിടാ പഠിക്കുന്നത്? എവിടാ? എത്രല്ല പഠിക്കുന്നത്? 3 പേര് വെട്ടിലാണ് അല്ലേ? പേരെന്നാ? എവിടെയാ സ്ഥലം? തൃശ്ശൂരാണോ? അപ്പൊ എപ്പം വന്നു? രാവിലെ വന്നു. ഇത് തുടങ്ങിയ അന്ന് മുതൽ അച്ഛൻ ഇവിടെ വരുന്നുണ്ടോ? അതെ, ഈ ഇരട്ടകളുടെ സംഗമം വിശുദ്ധ ഗർവാസീസിന്റെയും വിശുദ്ധ പ്രോത്താസീസിന്റെയും തിരുനാൾ ആഘോഷവുമായി ബന്ധപ്പെട്ടാണ് കോതനല്ലൂർ ഇടവകയിൽ ആരംഭിച്ചത്. 2006 ജോസഫ് പുത്തുമരി അച്ഛനാണ് ഇത് ആരംഭിച്ചത്. അന്ന് ഞങ്ങൾ രണ്ടുപേരുമായിരുന്നു. ഞാൻ റോയി കണ്ണഞ്ചിറ എന്ന് പറഞ്ഞ അച്ഛനാണ്, എന്റെ ഇരട്ട സഹോദരൻ റോബി കണ്ണഞ്ചിറ അച്ഛനാണ്. ഞങ്ങൾ രണ്ടുപേരും CMI സഭാംഗങ്ങളാണ്. ഞാൻ ദീപികയില് കൊച്ചേട്ടൻ എന്നുള്ള നിലയിൽ ടീച്ചറിന്റെ കൂടെ ഞങ്ങൾ ദീപിക ചിൽഡ്രൻസ് ലീഗിന്റെ ഡയറക്ടറാണ് ഞാൻ. അപ്പൊ അങ്ങനെ ഇവിടെ DCL പ്രോഗ്രാമിന് വന്നപ്പം പുത്തമ്പരി അച്ഛൻ പറഞ്ഞതാണ് ഇങ്ങനെ ജൂൺ 19 വരാം. അങ്ങനെ അന്ന് ഏകദേശം 16 ജോഡി ഇരട്ടകളായിരുന്നു ഈ ഇടവകയിലുണ്ടായിരുന്നു. ഇപ്പം 100 കണക്കിന് ജോഡി ഇരട്ടകളായി ഞങ്ങൾ എല്ലാ വർഷവും വരുന്നു. കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം മക്കൾ ദൈവത്തിന്റെ ദാനമാണ്. വിശുദ്ധ ചാവറ പിതാവ് പറഞ്ഞിട്ടുണ്ട്, മക്കൾ മാതാപിതാക്കൾക്ക് ദൈവം നൽകുന്ന സമ്മാനങ്ങളാണ്. അപ്പൊ ഇരട്ട മക്കളെ നോക്കുക എന്ന് പറയുന്നത് അമ്മമാർക്കൊക്കെ ഏറ്റവും വലിയ പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ ഇവിടെ ഇരട്ടകളുടെ സംഗമം നടത്തുമ്പോൾ കത്തോലിക്ക സഭയിലെ ജീവന്റെ ഉത്സവമാണ് നടക്കുന്നത്. സഭ ഏറ്റവും വിലമതിക്കുന്നത് ദൈവം നൽകുന്ന ജീവനാണ്. അപ്പോൾ മാതാപിതാക്കൾ മക്കളെ ഏറ്റവും വാത്സല്യത്തോടും കരുണയോടും കൂടി നോക്കുന്ന ഇരട്ട മക്കളെയാണ്. കാരണം അത്രയും പ്രയാസമാണ് അവരെ വളർത്താൻ. അങ്ങനെ പ്രയാസപ്പെട്ട് മക്കളെ വളർത്തുന്ന അമ്മമാരുടെയും അപ്പന്മാരുടെയും സംഗമം കൂടിയാണ് ഈ ഇരട്ടകളുടെ മഹാസംഗമം. അപ്പൊ അത് കത്തോലിക്ക സഭയിലെ വിശ്വാസത്തിന്റെയും ജീവന്റെയും ഉത്സവമാണ്. ഇനിയും ഇത് വളരട്ടെ. അടുത്ത വർഷം 20 വർഷം പൂർത്തിയാവുകയാണ്. ഈ പള്ളിയുടെ 1200-ാം വാർഷികവുമാണ്. അപ്പൊ ഞങ്ങൾ 1200 ജോഡി ഇരട്ടകളെ കൊണ്ടുവരും. കൊണ്ടുവരണം. പേര്? എന്റെ പേര് ഫാദർ റോജി, ഫാദർ റെജി. ഞങ്ങൾ രണ്ടുപേരും CMI സഭയിലെ കൊച്ചി പ്രൊവിൻസിലെ അംഗങ്ങളാണ്. ഞാൻ ദേവര കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഇംഗ്ലീഷ് അധ്യാപകനാണ്. ആൾ രാജീവ് MBA കോളേജ് മാനേജ്മെന്റ് ഫാക്കൽറ്റിയാണ്. ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നു. ഇപ്പൊ എല്ലാ ജൂൺ 19 ഞങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഞങ്ങളുടെ ഇരട്ടകളുടെ സംഗമവും ഞങ്ങളുടെ ഒത്തുചേരലിന്റെ കൂട്ടായ്മയും സന്തോഷമാണ് ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. തുടങ്ങിയ അന്നേരം മുതലുണ്ടോ? തുടങ്ങിയ 2009 ഞങ്ങൾക്ക് പട്ടം കിട്ടുന്നത്. അന്നാണ് തുടങ്ങുന്നത്. അന്ന് മുതൽ ഞങ്ങൾ സജീവമായിട്ട് പണ്ട് ഒരിക്കലും ഞങ്ങൾ ഇത് മിസ് ചെയ്യാറില്ല. അപ്പൊ പാലായിലാണോ? ഞങ്ങൾ വൈക്കം സ്വദേശികൾ. അതല്ല പഠിപ്പിക്കുന്നത്? ഞാൻ ദേവര കോളേജ് ഡിപ്പാർട്ട്മെന്റ് ഇംഗ്ലീഷ് എറണാകുളം SSG കോളേജ്. ആള് രാജഗിരി മാനേജ്മെന്റ് MBA കോളേജ്. രണ്ടുപേരും എറണാകുളത്ത് നിന്നാണ് വന്നിരിക്കുന്നത്. ഒത്തിരി താങ്ക്സ്. എന്നാ പേരെന്താ? എന്റെ പേര് അഖില്. അഖിൽ. നിഖിൽ. എവിടെയാ സ്ഥലം? രണ്ടുപേരും തൃശ്ശൂരിൽ നിന്നാണ് അല്ലേ? ഇപ്പൊ എത്ര വർഷമായിട്ട് ഇവിടെ വരുന്നു? ആദ്യമായിട്ട് വന്നിരിക്കുകയാണ് അല്ലേ? എങ്ങനാ, ഇഷ്ടപ്പെട്ടോ എല്ലാം? അപ്പൊ ഇനി മുടങ്ങാതെ എല്ലാ വർഷവും വരുമോ? നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഞാൻ ഇന്റീരിയർ വർക്കാണ്. എവിടെ? ഇന്റീരിയൽ. രണ്ടുപേരും തൃശ്ശൂർ എവിടെ? ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇതിന്റെ വീഡിയോ കണ്ടിട്ടായിരുന്നു. ഞങ്ങൾ പുറത്തായിരുന്നു, വിദേശത്തായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് ഈ പള്ളിയിലേക്ക് വരണമെന്ന് ആഗ്രഹം ഉണ്ടായി. അപ്പൊ ഞങ്ങൾ ഡേറ്റ് ഇങ്ങനെ നോക്കി, ഇതിന്റെ ഗൂഗിൾ നോക്കി ഇതിന്റെ ഡേറ്റ് ഒന്ന് കൺഫേം ആക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ശരി. ഇവിടെ ഒന്നും വിളിച്ചു പറയേ ചോദിക്കൊന്നും ചെയ്തില്ല. നേരെ ശരി, കൊള്ളാം. താങ്ക് യു. എന്താ പേരെന്താ? ടിനു. മോടെ പേരെന്താ?
ടിൻഡു എവിടെയാ താമസിക്കുന്നത്? മോനിപ്പള്ളി. എല്ലാ വർഷവും ഇവിടെ വരുവോ? ഒന്ന് കൂടുന്നുണ്ടോ? ഇത് ഇത് അപ്പൊ തുടങ്ങിയപ്പോ മുതൽ ഇവിടെ വരുന്നുണ്ട്. ഇപ്പൊ എന്നാ പഠിക്കുന്നേ? വർക്ക് ചെയ്യാണ്. എന്ത് വർക്ക് ചെയ്യുന്നു? ഞാൻ സോളാറിന്റെ ഒരു കമ്പനിയില് ഫാഷൻ ഡിസൈനർ ആയിട്ട് വർക്ക് ചെയ്യാം. ശരി. മോനിപ്പള്ളിന്ന് വന്നു അല്ലേ? ആ, നേർച്ചയാണോ? പിന്നെ എല്ലാരും കൂടുന്നോണ്ട് വരുന്നേ ഉള്ളോ? എല്ലാ വർഷവും വന്നോണ്ടിരിക്കുന്നത് തൊട്ട് പിന്നെ മഞ്ഞ ആ ഒരു ദിവസം ആകുമ്പോ നമുക്ക് അറിയാലോ. അതുകൊണ്ട് ലീവ് എടുത്തേക്ക് പോന്നു. താങ്ക് യു. പേരെന്നാ? അലീന. അനീനയും അലീനയും. എവിടെയാ സ്ഥലം? വടയാർ. വടയാർ എന്ന് പറഞ്ഞാ വൈക്കത്ത്. ആ, തലയോലപ്പറമ്പ്. അപ്പൊ എത്ര വർഷമായിട്ട് ഇവിടെ വരുന്നു? തുടങ്ങിയപ്പോ തൊട്ടേ ഉണ്ടു. നിങ്ങള് അപ്പൊ ഈ ഇരട്ടകൾ വരുന്നെന്ന് പറഞ്ഞോണ്ടാണോ? എന്തേലും നേർച്ച അങ്ങനൊന്നും ഇല്ല? അല്ല, പണ്ടോട്ട് വരുന്നു. പിന്നെ ഇവിടെ ലെറ്റർ അയക്കുന്നുണ്ട്. ആ, എന്താ പഠിക്കുന്നത്? ബിടെക് കഴിഞ്ഞു. രണ്ടുപേരും ബിടെക് കഴിഞ്ഞു. പേരെന്നാ? എന്റെ പേര് അനിറ്റ. അനീറ്റ. എന്റെ പേര് അനില. അനില. ഈ ഇടവക്കാര് തന്നെ. ഇടവക്കാര് തന്നെയാ. നിങ്ങൾ രണ്ടുപേരും അല്ലേ ബൈബിള് വായിച്ചത്? ആ, അതുകൊണ്ടാണ് ഞാൻ നോട്ട് ചെയ്തത്. നിങ്ങളാണോ എപ്പോഴും ഇങ്ങനെ ഫംഗ്ഷനൊക്കെ വായിക്കുന്നത്? കഴിഞ്ഞ വർഷം വായിച്ചായിരുന്നു. ഈ വർഷം ലീവ് കിട്ടിയത് കൊണ്ട് വന്നു. നിങ്ങൾ എന്തെടുക്കുന്നു? രണ്ടുപേരും നേഴ്സുമാരാ. എവിടെ? സൗദിയില്. രണ്ടും സൗദിയിലാണോ? അത് ശരി. ഇപ്പൊ അവധിക്ക് വന്നയാണോ? ഇതിന്റെ ടൈം ആയപ്പോഴേ അവധി എടുത്ത് വന്നയാണോ? സമയത്ത് വെക്കേഷൻ കിട്ടുന്ന സാധാരണ. ആ, സൗദിയുടെ എവിടെ? റിയാദിലെ. അത് ശരി. അപ്പൊ ഒരു മാസത്തെ അവധിക്ക് വന്നയാ. അപ്പൊ ഈ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഞാൻ ഇന്നൊരു ആയിരക്കണക്കിന് ഇരട്ടകളെ കണ്ടു. എത്ര മനോഹരമായിരിക്കും. ഞാൻ ഓർത്ത് കോട്ടയം ജില്ലയിൽ നിന്നൊക്കെ ആയിരിക്കും ഈ ഇരട്ടകൾ വരുന്നതെന്ന്. പക്ഷേ ഇരട്ടകൾ വന്നിരിക്കുന്നത് കേരളത്തിലെ പല ജില്ലകളിൽ നിന്നും വന്നിട്ടുണ്ട്. കൂടുതലും തൃശ്ശൂർ, കണ്ണൂർ, കാസർഗോഡ്, ആ ഭാഗങ്ങളിലെ മലബാർ ഏരിയയാണ് കൂടുതലും വന്നിരിക്കുന്നത്. ഞാൻ കണ്ടത് കുറേ പേരുടെ സംസാരിച്ചു. അവരെല്ലാം ആ ഭാഗത്തുള്ളവരാണ്. പിന്നെ മോനിപ്പള്ളി, പിന്നെ കോട്ടയം ജില്ലക്കാരും എല്ലാവരും പങ്കെടുത്തതാണ്. നല്ലൊരു കാഴ്ചയായിരുന്നു. ഇനി അടുത്ത വർഷവും പിന്നെ ജൂൺ 19-ാം തീയതി ഇവിടെ വരണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.